ചില്ലറ സംശയങ്ങൾ ചോദിച്ചാലോ തെറ്റില്ലാട്ടോ. ഇവിടെ നീറ്റാണ്. ഏത് നീറ്റ് നീറ്റ് ചോദിച്ചില്ലേ? ഞാനിവിടെ ജോലിക്ക് വന്നതാണ്. അറബിക് മ്യൂസിയം വാച്ചാൻ ചരിത്ര പുരുഷൻ. ഞാനിവിടെ ഈ മ്യൂസിയത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ചരിത്രം ഈ മ്യൂസിയത്തിലല്ല, ഇവിടെയുള്ള വസ്തുക്കൾക്കാണ്. ഇവിടെ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച കിരീടം, പടവാള്, കുന്തം, തലയോട്ടികൾ വരെയുണ്ട്. ഇനി ഈ മ്യൂസിയത്തില് ഓരോ വസ്തുക്കളുടെ സുരക്ഷിതത്വം നിന്റെ ഉത്തരവാദിത്തമാണ്. നിനക്കിടെ ഉറക്കമില്ലാത്ത രാത്രികളാണ്, ജീവികളാൽ വേട്ടയാടപ്പെടുന്ന രാത്രികൾ. ചരിത്രമാകും. അരവിന്ദല്ലേ, ഞാൻ വിദ്യ, ചരൺ സിംഗിന്റെ മകൾ. നിങ്ങൾക്കറിയാം എന്റെ അച്ഛൻ എവിടെയാണെന്ന്. എനിക്കെങ്ങനെ അറിയാനാണ്? ഞാൻ ഈ മ്യൂസിയത്തിലെ മാത്രം കാവൽക്കാരൻ. ഓ, എങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. എന്റെ അച്ഛൻ നൽകിയ ഈ പുസ്തകത്തിലുണ്ട്. ഇത് ചെങ്ങാലെ പണ്ടത്തെ മഹർഷിമാർ 1000 വർഷം തപസ്സിരുന്നപ്പോൾ ദൈവം സമ്മാനമായി കൊടുത്തത്. ദൈവത്തിന്റെ സമ്മാനങ്ങൾ. അപ്പോ ഈ മാലകളോ? അത് അങ്ങ് കൈലാസത്തിലെ മഹർഷിമാർ ശിവജിയുടെ രാജ്ഞിക്ക് സമ്മാനിച്ചവ. അടിമത്തത്തിന്റെ പ്രതീകമായി സ്ത്രീകൾ ധരിച്ച ഈ കല്ലുമാല, ഇവ ചങ്ങലകളായിരുന്നു. അയ്യങ്കാളി പൊട്ടിത്തെറിഞ്ഞ ഈ മാലകൾ ഇവിടെ എത്തിയപ്പോൾ ശിവജിയുടെ രാജ്ഞിയുടേതായി. ടീച്ചർ, ഇതെന്താ ടീച്ചർ? കൊല്ലം മാറുന്ന ചരിത്രം മാറോ? പാഠം 1, മാറുന്ന ചരിത്രം. NCERT പാഠപുസ്തകങ്ങൾ മാറ്റുന്നത് ടീച്ചർ അല്ല മോളെ. അവർ മാറ്റിയതേ പഠിക്കാം. അതിപ്പോ ചരിത്രമാണെങ്കിലും. നിങ്ങളുടെ കണ്ണുകളിൽ കള്ളം കൊണ്ട് നിങ്ങൾ പല സത്യങ്ങളും മറയ്ക്കുന്നു. അതെ, എന്റെ സത്യങ്ങളും ഈ മ്യൂസിയത്തിലെ വസ്തുക്കളുടെ ചരിത്രവും എല്ലാം അധികാരികൾ സൃഷ്ടിച്ചെടുത്തതാണ്. നിന്റെ അച്ഛനും ചരിത്രമാകും വിദ്യ. സത്യങ്ങൾ വിളിച്ചോതുന്നവർ ചരിത്രമാകുന്ന രാജ്യം. കാണാതാക്കപ്പെട്ടവരുടെയും ഇല്ലാതാക്കപ്പെട്ടവരുടെയും രാജ്യം എന്റെ രാജ്യം. ചരൺസിംഗിനെ പോലെ ഞാനും പ്രതികരിക്കും. പ്രതികരിച്ച് ഞാനും ചരിത്രമാകും. ഈ രാജ്യത്തിന്റെ ചരിത്രം, അറിയപ്പെടാത്ത ചരിത്രം. ഫൈസാബാദ് മാറി അയോധ്യയായി, അലഹബാദ് മാറി പ്രയാഗ്രാജായി, മുഗൾ ഗാർഡൻ മാറി അമൃത് ഉദ്യാനായി. സ്ഥലനാമങ്ങൾ, പാഠപുസ്തകങ്ങൾ, പുരാവസ്തുക്കൾ, ചരിത്രം മാറ്റി രചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിചിത്ര രാജ്യത്ത് മാറ്റാനാവാത്ത ചരിത്രത്തിനായി പോരാടാം.